മൈക്രോചിപ്പ് എന്ന കമ്പനിയുടെ പിക് എന്ന ലേബലിൽ വരുന്ന മൈക്രോ കൺട്രോളർ IC പൂർണ്ണമായും പ്രോഗ്രാം ചെയ്യാൻ പഠിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. വീഡിയോ ഒരു വരി പോലും സ്കിപ്പ് ചെയ്യാതെ അവസാന ഭാഗം വരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യുകയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി വിഷയത്തിലേക്ക് കടക്കാം. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ ആവശ്യമായ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായ സിമുലേറ്റർ, കമ്പൈലർ, MP ലാബ് മുതലായവയെക്കുറിച്ച് വിവരിക്കുന്നു. അവ നെറ്റിൽ നിന്ന് എങ്ങനെ സൗജന്യമായി ട്രയൽ വെർഷൻ ഡൗൺലോഡ് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് വിവരിക്കുന്നു. പിന്നീട് പിക് 3 എന്ന പ്രോഗ്രാമർ, മൈക്രോചിപ്പ് കമ്പനിയുടെ പ്രോഗ്രാമർ, പിന്നെ അതോടുകൂടി വാങ്ങിക്കേണ്ട സിഫ് സോക്കറ്റ്, വ്യത്യസ്ത ICകളിൽ ഇൻസർട്ട് ചെയ്യേണ്ട സോക്കറ്റ്, അതിനെക്കുറിച്ച് പൂർണ്ണമായി വിവരിക്കുന്നു. MP ലാബിലൂടെ എങ്ങനെ കോഡ് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഹെക്സ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതേപോലെ CCS കമ്പൈലർ ഉപയോഗിച്ചും എങ്ങനെ ചെയ്യാമെന്നും രണ്ട് ഭാഗങ്ങളായി രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കോഡിംഗ് എഴുതാനാണ് പഠിക്കേണ്ടത്. അത്യാവശ്യം എംബെഡഡ് സിയിൽ തന്നെ അത് പറഞ്ഞു തരുന്നു. എന്നാൽ കോഡിംഗ് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് കോഡിംഗ് എന്നും അത് എഴുതുമ്പോൾ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാൽക്കുലേഷനുകൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഡിംഗ് ആരംഭിച്ചാൽ മതി. പിന്നെ മിക്കവാറും പേർക്കുണ്ടാകുന്ന ഒരു വലിയ സംശയമാണ് ഏത് വെർഷൻ ഉപയോഗിക്കണം, ഏത് IC ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സംശയങ്ങളെല്ലാം വളരെ വിശദമായി ഇതിനു മുൻപ് കൊടുത്ത വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു. ആവശ്യമുള്ളവർ അത് പോയി കണ്ടു വന്നതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. അതല്ല, ഈ ലെവലിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നവർ ഈ വീഡിയോ കാണുക. അല്ലാത്തവർ തീർച്ചയായും മുൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കുക. പ്രോഗ്രാമിംഗ് ചെയ്യുവാൻ ആദ്യം വേണ്ടത് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിലേക്കാണ് നമ്മുടെ പിക് 3 എന്ന പ്രോഗ്രാമർ ഒരു ബോക്സ് രൂപത്തിൽ കിട്ടുന്ന പ്രോഗ്രാമർ ഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മളിതിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത് നോക്കാം. അതിനുശേഷം നെറ്റിൽ നിന്ന് ഈ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ ട്രയൽ വെർഷൻ ലഭ്യമാണ്. അത് വില കൊടുത്ത് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. അല്ലാത്തവർ ട്രയൽ വെർഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത അതിൻ്റെ ഐക്കൺ എങ്ങനെയാണെന്നും അതിൻ്റെ പ്രവർത്തന രീതിയും നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇതാണ് പിക് 3 പ്രോഗ്രാമർ. ഇതിൻ്റെ കൂടെ ഒരു USB കേബിൾ, ഇത് ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പുറകിലേക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വാങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്കിത് അഴിച്ചെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഞാനിത് പെർമനൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ സോൾഡർ ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഇത്ര മാത്രമേ പിക് 3 എന്ന പ്രോഗ്രാമിൻ്റെ കൂടെ കിട്ടൂ. പക്ഷേ ഇത് മാത്രം പോരാ. പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെയൊരു സാധനമുണ്ട്. ഇതാണ് സിഫ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ലിവർ വഴി നമുക്കിവിടെ വെക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് കണക്ഷൻ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നു. ജസ്റ്റ് പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് USB കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. IC വ്യത്യസ്ത നമ്പറുകളായിരിക്കാം, അതുപോലെ തന്നെ വ്യത്യസ്ത വലുപ്പമായിരിക്കാം. ഇതൊരു 40 പിൻ IC ആണ്. മൈക്രോചിപ്പിൻ്റെ 40 പിൻ. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. പിൻ നമ്പർ 1 എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് ഈ വശത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട്, ഇതാ നോക്കിക്കോളൂ. കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. 40 പിൻ IC, 28 പിൻ IC, ഈ രണ്ട് IC ആണ് വരുന്നതെങ്കിൽ ഈ സ്ലൈഡ് സ്വിച്ച് നിങ്ങൾ മുകളിലേക്ക് ഈ വശത്തേക്ക് ഇടണം. അതുപോലെ 8 പിൻ IC, 14 പിൻ IC, 18 പിൻ IC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വിച്ച് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഇടണം. ഇതിപ്പോൾ ഒരു 40 പിൻ IC ആണ് മൈക്രോചിപ്പിൻ്റെ. ഇതൊരു 16 പിൻ 16 പിൻ IC വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ വരും.
ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്കിവിടെ ലോക്ക് ചെയ്യാം. ഏതാണോ ഐസിൻ്റെ നമ്പർ അത് നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യണം, സ്വിച്ച് സെലക്ട് ചെയ്യണം. പിന്നെ 28 പിൻ ഐ സി വരികയാണെങ്കിൽ 28 പിൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ അതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി ഇടാൻ വേണ്ടിയാണ് ഈ സോക്കറ്റിൻ്റെ ആവശ്യം. ഇനി ഇത് എല്ലാം കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് മാത്രമേ ഇത് കണക്റ്റഡ് ആവാൻ പറ്റൂ. കണക്റ്റഡ് ആവുന്ന സമയത്ത് ഇതിന് പ്രോഗ്രാം ചെയ്യാൻ ഐ സിക്ക് വേണ്ട സപ്ലൈ ഇതുവഴി ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. സെപ്പറേറ്റ് പുറത്തുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്ത കണക്ഷൻ ഓക്കെ ആണെങ്കിൽ ഈ LED ഓൺ ആവുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കണക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് മെയിനായിട്ട് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്ന പിന്നുകൾ. ഒന്ന് MCLR മാസ്റ്റർ ക്ലിയർ, ഇത് അത്യാവശ്യം വേണ്ടതാണ്. VDD ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ 5 വോൾട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന IC 5 വോൾട്ടിലാണെങ്കിൽ 5 വോൾട്ട്. ഗ്രൗണ്ട്. PGD PGC. PGD മീൻസ് പ്രോഗ്രാമിംഗ് ഡാറ്റ, ഈ പ്രോഗ്രാമിംഗ് ക്ലോക്ക്. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമില്ല. ഈ ഇത്രയും പിന്നുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്വിച്ചിങ് സർക്യൂട്ട് വരുന്നുണ്ട്. ഇനി ഇതില്ല, ഈ ബോർഡ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വയർ ഉപയോഗിച്ചുകൊണ്ടും ഇത്രയും ആ പറഞ്ഞിരിക്കുന്ന പിന്നുകളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് പ്രോഗ്രാമറിൻ്റെ ഭാഗങ്ങൾ. അല്ലെങ്കിൽ സ്വിച്ച് സോക്കറ്റും പ്രോഗ്രാമറും മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു MP ലാബ് അതിൻ്റെ ഏതെങ്കിലും വെർഷൻ, ഇഷ്ടമുള്ളൊരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. കമ്പ്യൂട്ടറിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് കണക്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ബ്രൗസറിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ CCS ആണ് ഡൗൺലോഡ് ചെയ്തെങ്കിൽ CCS കമ്പൈലർ ട്രയൽ വെർഷൻ ഡൗൺലോഡ് നടിക്കുക. അപ്പോൾ ബാക്കിയൊക്കെ വന്നോളും. പിന്നെ മൈക്രോ ചിപ്പ് MP ലാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഫ്രീ ആണ്. അതിന് പിന്നെ കാശൊന്നും ചിലവ് ചെയ്യേണ്ട ആവശ്യമില്ല, മൊത്തം ഫ്രീ ആണത്. ഡൗൺലോഡ്സ് ഇപ്പോൾ നിങ്ങൾ CCS അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ തന്നെ അതുകൂടെ കൊടുത്തിരിക്കുന്ന പോലെ എന്തൊക്കെയാണ് നോക്കൂ. ഡെമോ സോഫ്റ്റ്വെയർ CCS ഇങ്ക്. അടുത്ത വരി ഡൗൺലോഡ്സ് ഫോർ കമ്പൈലർ MP ലാബ് പ്ലഗിൻസ് ആൻഡ് യൂട്ടിലിറ്റീസ്, CCS കമ്പൈലേഴ്സ്, ഇങ്ങനെ എല്ലാ സംഗതികളും വരുന്നുണ്ട്. ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സോഫ്റ്റ്വെയർ എവിടെയാണോ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ സെലക്ട് ചെയ്യുക. അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എല്ലാ ഇൻസ്റ്റലേഷനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്ന മാതിരി ഇപ്പോൾ 2 ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാം. ഒന്ന് CCS കമ്പൈലറിൻ്റെ ട്രയൽ വെർഷൻ ഐക്കണാണ്, രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് MP ലാബിൻ്റെ ആണ്. കഴിയുന്നതും വെർഷൻ കുറഞ്ഞ, ഞാനിവിടെ 8.9 വെർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വലിയ വെർഷനൊക്കെ എടുക്കാതിരിക്കാൻ നല്ലത്. കാര്യം കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കണം. മാത്രം നല്ല നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ആവശ്യം മനസ്സിലാവൂ. അതൊക്കെ വലിയ ICകളൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ MB കൂടിയ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ MB കൂടി എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചത് ഇപ്പം ജസ്റ്റ് ഒന്ന് പഠിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ 8.9 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ 8.9 ആണ് എഴുതി ഐക്കൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ആ ഐക്കണിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയി വരുന്നു. ഇതാണ് MP ലാബിൻ്റെ ഓപ്പൺ ആയി വരുന്ന വിൻഡോ. അടുത്തതായി പ്രോഗ്രാമിങ്ങിന് ആവശ്യമായ കോഡിംഗ് എന്നത് നമ്മൾ CCS കമ്പൈലറിൽ എഴുതാൻ പോകുന്നു. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. പ്രോഗ്രാമിങ്ങിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിനാൽ ഈ ഭാഗം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഞാനൊരു ഉദാഹരണത്തിലൂടെ വിവരിക്കാം. ഇത് പൂർണ്ണമായി മനസ്സിലാക്കി എന്താണ് കോഡിംഗ് എഴുതുന്നതിൻ്റെ ആശയം, എങ്ങനെ എഴുതണം, അതിൽ തെറ്റ് വരാതിരിക്കേണ്ട കാര്യങ്ങൾ, ഇത് മുഴുവൻ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കോഡിംഗ് തുടങ്ങാൻ പറ്റൂ. ഇത് കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ എംബെഡഡ് സിയിൽ കോഡിംഗ് എഴുതുന്ന രീതി CCS കമ്പൈലറിൽ കംപ്ലീറ്റ് വിവരിച്ചു തരാം. ആദ്യം ഉദാഹരണം എന്താണെന്ന് നോക്കാം. ഈ ഉദാഹരണത്തിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനുമാണുള്ളത്. നിങ്ങളുടെ കൂട്ടുകാരനെ മാനസികമായി ഒരു സംഗതി പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു. എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൂട്ടുകാരനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വാഹനത്തിൽ കൊണ്ടുപോയി ഇറക്കി വിടുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കുന്നു. ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം ആ കക്ഷി കുറച്ച് ദൂരം നടക്കുന്നു. അതിനുശേഷം തിരികെ വന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബാഗ് ഏൽപ്പിച്ചു തരുന്നു. ഇതാണ് അതിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതെങ്ങനെ എഴുതണം എന്ന് ചോദിക്കാം.
ഞാൻ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാരനോട് പറയേണ്ടത്. നിങ്ങൾ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളിയുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കും, ചെവി അടച്ചു പിടിക്കും, വാ അടച്ചു പിടിച്ചിരിക്കും. ആ പുള്ളിക്ക് വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രം സ്വയം മനസ്സിൽ വെച്ചുകൊണ്ട് അതുപ്രകാരം പ്രവർത്തിക്കണം. ഇതാണ് ആശയം. ഇനി പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇറക്കി വിടുന്ന സ്ഥലത്ത് നിന്ന് കൃത്യം 10 അടി മുൻപോട്ട് നടക്കുക. അതിനുശേഷം ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 7 അടി ഇടതുവശത്തേക്ക് നടക്കുക. വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് 5 അടി മുന്നോട്ട് നടക്കുക. അവിടെ വെച്ച് വലതു കൈ മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ അവിടെ ഒരു ബാഗ് കയ്യിൽ തട്ടും. ആ ബാഗ് എടുത്തതിന് ശേഷം എബൌട്ട് ടേൺ, നേരെ തിരിഞ്ഞ് 5 അടി മുൻപോട്ട് നടക്കുക. പിന്നീട് 7 അടി ഇടതുവശത്തേക്ക് നടക്കുക. വീണ്ടും 10 അടി മുൻവശത്തേക്ക് വരിക. അപ്പോൾ ആ നീട്ടിപ്പിടിച്ച ബാഗ് നിങ്ങൾക്ക് ഈ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇതാണ് പ്രവൃത്തി. ഇത്രയും കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ആദ്യം അടുത്തിരുന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. പിന്നീട് എവിടെ നിന്നാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇറക്കി വിടുന്നു. ഈ പറഞ്ഞ പോലെ വാ മൂടിക്കെട്ടുന്നു, കണ്ണ് കെട്ടുന്നു, ചെവി. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. പിന്നെ പുള്ളി ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ നിങ്ങളെ കൂട്ടുകാരെന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒരു മൈക്രോ കൺട്രോളർ IC. ആദ്യം നിങ്ങൾ അയാളോട് പറഞ്ഞ കാര്യം പ്രോഗ്രാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട്, നിങ്ങൾക്ക് ബാഗ് കിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോഴാവട്ടെ തിരിച്ചു വരുമ്പോഴാവട്ടെ ഒരു സ്റ്റെപ്പ് പോലും തെറ്റിപ്പോകരുത്. അത്രയും സീരിയസ്നെസ് ആണ് മൈക്രോ കൺട്രോളറിൽ ഉള്ളത്. ഇനി ഇത് 2 രീതിയിൽ പറയാം. എംബെഡഡ് സിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം തുടർച്ചയായി ഈ കക്ഷി മുമ്പോട്ടും പുറകോട്ടും വന്നുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുക. ഒരുപാട് ബാഗുകൾ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എഴുതുന്ന ലൂപ്പിൻ്റെ പേരാണ് വൈൽ വൺ ലൂപ്പ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും, നിൽക്കുന്നില്ല. എപ്പോഴാണ് നിൽക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ കക്ഷിയെ പിടിച്ചവിടെ നിർത്തണം കൈകൊണ്ട്. മൈക്രോ കൺട്രോളറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പവർ സപ്ലൈ ഓഫ് ചെയ്യണം. രണ്ടാമത്തെ ലൂപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു 5 പ്രാവശ്യം ഈ പ്രവൃത്തി ചെയ്താൽ മതി. 5 ബാഗാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ലൂപ്പിൻ്റെ പേരാണ് ഫോർ ലൂപ്പ്. അതിൽ കൃത്യം പറയും നിങ്ങൾ ഈ എഴുതിയ വരികൾ 5 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നു. 1, 2 അങ്ങനെ 5 പ്രാവശ്യം എത്തുമ്പോൾ നിർത്തണമെന്ന്. 5ാമത്തെ പ്രാവശ്യം കക്ഷി അവിടെ വന്ന് നിൽക്കുന്നു. 5ാമത്തെ ബാഗ് തരുന്നതോടുകൂടി പിന്നെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് എഴുതേണ്ട കോഡിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. വൈൽ വൺ എന്ന ലൂപ്പ് തുടർച്ചയായി പ്രവർത്തിക്കുന്ന രീതി പഠിച്ചു കഴിഞ്ഞു. ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള ലൂപ്പും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ CCS കമ്പൈലർ ഓപ്പൺ ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രോഗ്രാമിംഗ് ഒരു LED എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് എഴുതി തുടങ്ങാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളെ പോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് ചാനൽ അത്ര പെട്ടെന്ന് വളരാൻ സാധ്യതയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഷെയറിങ്ങിൻ്റെ കാര്യത്തിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യത്തിലും ഒട്ടും ഉപേക്ഷ കാണിക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.